ഹായ് ഹലോ ഫ്രണ്ട്സ്, കണ്ണിനും കണ്ണാടിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മീൻ കറി വെക്കുന്ന വീഡിയോ ഇട്ടാലോ. ഇതിപ്പോൾ ചൂര മീനാണ്, കുട്ടിച്ചൂര. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തെടുക്കാം. പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ചെറിയ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതുമായിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മുളക് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ വെള്ള കളർ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മുളക് പൊടിയെല്ലാം തേങ്ങയിലെല്ലാം ഒന്ന് മിക്സായി വരണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ആ മല്ലിമുളകും വറുത്തതും തേങ്ങയും കൂടി നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം. അരച്ച് വെച്ച അരപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കാം. ഇപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില, ഉലുവപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞ് ചേർക്കണം. ഇപ്പോൾ നമ്മൾ പുളിവെള്ളം എല്ലാം പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാതെ ഇനി കറി ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ മീൻ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റി വരണം. ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പ് നോക്കാം. മീൻകറി ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു കുറച്ചുകൂടി ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ കറി ആവശ്യമുണ്ട്. ഇല്ലാത്തവർക്ക് നന്നായി വറ്റിച്ചു കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻകറിയുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ആവി അടിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല, കണ്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് പാകമായിട്ടുണ്ട്. കുറച്ചുകൂടി വറ്റിക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം. ഓക്കെ, താങ്ക് യു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു.